വലിയ ആൾക്കൂട്ടമാണിപ്പോൾ കൊല്ലം ജില്ലയിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ കാവനാടാണ് എത്തിയിരിക്കുന്നത്. അവിടെ ഉള്ള ആൾക്കൂട്ടം കണ്ടില്ലേ, ജനങ്ങളെ കണ്ടില്ലേ, എത്രമാത്രം ആളുകളാണ് ഈ ഒരു സമയത്തും അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണുവാനായി അവിടേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. വൻ ജനാവലിയുടെ നടുക്കുകൂടിയാണ് വിലാപയാത്ര ഇപ്പോൾ കടന്നു പോകുന്നത്. കൊല്ലം ജില്ലയെ കടക്കാൻ കൊല്ലം ജില്ല പിന്നിടുമ്പോൾ ഇത്രയധികം ആളുകളാണെങ്കിൽ ഇനി അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകമായ ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ എത്രമാത്രം ആളുകളാകും, എപ്പോഴായിരിക്കും ഇനി അദ്ദേഹത്തിൻ്റെ സ്വവസതിയിലേക്ക് എത്തിച്ചേരുക? ഈ ഒരു രീതിയിലാണ് ഈ ഒരു വിലാപയാത്ര മുന്നോട്ട് പോകുന്നതെങ്കിൽ അത്രയധികം ആളുകൾ, പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള ആളുകളാണ് അവിടേക്ക് എത്തുന്നത്. നമ്മളോട് നേരത്തെ നമ്മുടെ റിപ്പോർട്ടർമാരോട് സംസാരിക്കുമ്പോൾ പല ആളുകളും പറഞ്ഞത് പാലക്കാട് നിന്നും, ആലത്തൂരിൽ നിന്നും, കോഴിക്കോട് നിന്നും, കണ്ണൂരിൽ നിന്നുമൊക്കെ, ഇടുക്കിയിൽ നിന്നടക്കം നിരവധി ആളുകൾ അവിടെ എത്തി ഈ വിലാപയാത്ര കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു പ്രദേശത്ത് സ്ഥലം പിടിച്ചു നിൽക്കുകയാണ്. മണിക്കൂറുകളോളം നീണ്ട ക്ഷമയോടെ അവർ കാത്തിരിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് അവസാനമായി കാണുക, അദ്ദേഹത്തിന് മുഷ്ടി ചുരുട്ടി ഒരു തവണ അന്ത്യാഭിവാദ്യം അർപ്പിക്കുക എന്നുള്ള ആ ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്രയും കേരളത്തിന് പുറത്തുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു സന്ദർഭം കാണുമ്പോൾ ഒരു അത്ഭുതകരമായി തോന്നും. ഒരു നേതാവിന് ആ നാട്ടിലെ ജനങ്ങൾ ഇത്രയധികം സ്നേഹവായ്പോടെ യാത്രയപ്പ് നൽകുമോ എന്നത് അത് VS ഉണ്ടാക്കിയെടുത്ത ഒരു മാജിക്കാണ്. അതൊരു പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതല്ല. തൻ്റെ ജനനം മുതൽ ഉള്ള നാളുകളിൽ അനുഭവിച്ച അതിജീവനം, അതിനുശേഷം ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതിന് ശേഷം വളർന്നു വന്ന സാഹചര്യങ്ങൾ, അവിടെ നിന്ന് ഒരു 5000-ഓളം തൊഴിലാളികളൊക്കെയുള്ള ഒരു കമ്പനിയിൽ നിന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വെറും അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ 13-14 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തന്നെ ഒരു നേതാവായി വളർന്നു വരുന്നത്, അത് ഒരു നേതാവ് എന്നതിനപ്പുറം അന്ന് അദ്ദേഹം കൈ ചൂണ്ടിയത് ഈ അനീതികൾക്കും തൊഴിലാളി ചൂഷണങ്ങൾക്കും എതിരെയായിരുന്നു. അന്ന് ഈ ജന്മിത്തം കൂടി കുത്തി വാഴുന്ന കാലത്ത് പോലീസിനെയും ഈ ഭൂപ്രഭുക്കന്മാരെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ആ പ്രവർത്തനമാണ് പിന്നീട് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് എത്തിച്ചതും, P കൃഷ്ണപിള്ളിയെ പരിചയപ്പെട്ടതും പാർട്ടിയിലേക്ക് എത്തിക്കുന്നതും. അതിനുശേഷം പിന്നീട് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പിന്നീടുള്ള VS അച്യുതാനന്ദൻ്റെ ജീവിതം എന്ന് പറയുന്നത് മുഴുവൻ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമില്ലാതെ അല്ലെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം തന്നെ VSഉം വളർന്നു, അല്ലെങ്കിൽ VSൻ്റെ വളർച്ചയ്ക്കൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വളരുകയായിരുന്നു പിന്നീടുള്ള വർഷങ്ങൾ മുഴുവൻ. അതാണ് ഇന്ന് ഇപ്പോൾ ഈ വലിയൊരു സ്നേഹവായ്പോടുകൂടി യാത്രയപ്പ് നൽകുന്നത് കാണുമ്പോൾ അദ്ദേഹം ഇത്രയേ അർഹിക്കുന്നുള്ളൂ എന്ന് പോലും നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇതിലും എത്രയോ നമുക്ക് സ്നേഹം ഒരിക്കലും അളന്ന് തൂക്കി നിശ്ചയിക്കാൻ കഴിയുന്നൊരു സാധനമല്ല. ഇവിടെ ഒരു അച്യുതാനന്ദനോടുള്ള ഒരു ബഹുമാനം മാത്രമല്ല, ആ ഒരു സ്നേഹമാണ്. കൊച്ചുകുട്ടികൾ ഒക്കെ അവരുടെ ശബ്ദത്തിലുള്ളതും ആ സ്നേഹമാണ്. അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ സ്നേഹമാണ് ഈ അവസാന നിമിഷം, ഈ ജനക്കൂട്ടം, ജനസഞ്ചയം VS അച്യുതാനന്ദന്, പ്രിയപ്പെട്ട സഖാവിന് തിരിച്ചു നൽകുന്നത്. അതുതന്നെയാണ് അരുണ്യ. എന്തായാലും ഇപ്പോൾ കൊല്ലം ജില്ലയിലൂടെയാണ് വിലാപയാത്ര കടന്നു പോകുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 ആരംഭിച്ച വിലാപയാത്രയാണ് ഇന്നിപ്പോൾ കൊല്ലം ജില്ലയിലൂടെ കടന്നു പോകുന്നത്. രാവിലെ സമയമായിരിക്കുന്നു, 4:30 കഴിഞ്ഞിരിക്കുന്നു, നേരം പുലർന്നിരിക്കുന്നു. ഇപ്പോൾ പോലും കൊല്ലത്തെ എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ കാവനാട് പിന്നിട്ട് ചവറയിലേക്കാണ് എത്തുന്നത്. ഈ സ്ഥലങ്ങളിലൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തീരദേശ മേഖലയാണ്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൂടുതലായി അധിവസിക്കുന്ന പ്രദേശമാണ്. ഇവിടെയൊക്കെ VS എന്ന് പറഞ്ഞാൽ അവർക്ക് കൺകണ്ട ദൈവമായിരിക്കും. അത്തരത്തിൽ അത്രമാത്രം ബഹുമാനം, സ്നേഹം, ആദരമൊക്കെ നൽകുന്ന തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ്, ആ നേതാവാണ് ഇപ്പോൾ ചേതനേറ്റ ശരീരമായി തങ്ങളുടെ നാട്ടിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ അത്രമാത്രം വൈകാരികതയോടെ അവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഷമീറാണ് നമുക്ക് അവിടെ നിന്നും ചേരുന്നത്. ഷമീർ, ഈ ചവറ ഭാഗത്തൊക്കെ എന്ന് വെച്ചാൽ നിരവധി തൊഴിലാളികളുള്ള ഒരു പ്രദേശം കൂടിയാണ്. അവിടെയുള്ള ആളുകൾ ഒരു നോക്കു കാണുവാനായി കാത്തിരിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ. എങ്ങനെയാണ് അവർ അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകാനായി ഈ ഒരു സമയം അവിടെ ഒത്തുചേർന്നിരിക്കുന്നത്? സമയം ഏതാണ്ട് 4:30 ആകുന്നു, നേരം പുലർച്ചെയാകുന്നു. അതായത് ഇപ്പോഴും കൊല്ലം ജില്ലയുടെ ഏതാണ്ട് 5-ലധികം പോയിന്റുകൾ മാത്രമേ VSൻ്റെ വിലാപയാത്ര കടന്നു പോയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളുള്ളത് ചവറയിലാണ്. ചവറയെക്കുറിച്ച് പറഞ്ഞാൽ ചവറ കരിമണലിൻ്റെ നാടാണ്. വലിയ തൊഴിലാളി പ്രക്ഷോഭങ്ങളൊക്കെ നടന്ന ടൈറ്റാനിയം അടക്കമുള്ള മേഖലയുള്ള ഒരു നാടാണ്. ആ മണ്ണിൽ, ചവറയുടെ കരിമണലിൻ്റെ മണ്ണിലേക്ക് VS അവസാനമായി വരികയാണ്. ആ VSനെ കാണാൻ വേണ്ടി മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നുള്ള ആളുകളും അതുപോലെ ടൈറ്റാനിയത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളടക്കമുള്ള ആളുകളാണ് ഇവിടെ കൂടി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയൊരു ജനസഞ്ചയം ഏതാണ്ട് രാത്രി 7 മണിയോടുകൂടി ഇവിടേക്ക് എത്തി. അവർ ഇപ്പോഴും തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ്
വി എസിനെ അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുകയാണ്. പലർക്കും വൈകാരികമായ ബന്ധമാണ് വി എസിനോടുള്ളത്. അതായത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴുള്ള ബന്ധം, അങ്ങനെ പല സഹായങ്ങളും നേടിയിട്ടുള്ള ആളുകൾ, പല വിഷയങ്ങളിലും ഇടപെട്ടിട്ടുള്ള ആളുകൾ, അങ്ങനെ സഹായം ലഭിച്ചവർ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പലതരത്തിലും സഹായം ലഭിച്ചിട്ടുള്ള ആളുകൾ, അങ്ങനെ വിവിധ തലങ്ങളിലും സർവതല സ്പർശിയായി സഹായങ്ങൾ ലഭിച്ചിട്ടുള്ള ആളുകളാണ് ഇവിടെ മുഷ്ടി ചുരുക്കി വി എസ് അച്യുതാനന്ദന് അവസാനമായി മുദ്രാവാക്യം വിളിക്കുന്നത്. എന്തായാലും വി എസ് പലപ്പോഴും ഈ പാർട്ടിക്കൊരു തിരുത്തൽ സൃഷ്ടിയാണ്, പാർട്ടിക്ക് പിഴച്ചു പോയെന്ന തോന്നലുണ്ടായപ്പോഴെല്ലാം ഇതല്ല തൻ്റെ പാർട്ടിയെന്ന് പറയാതെ പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, അതാണ് വി എസ് അച്യുതാനന്ദൻ. ആ വി എസിനാണ് മുഷ്ടി ചുരുക്കി സ്ത്രീകൾ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. ഈ പുലർച്ചെ സമയത്ത് പോലും തൊഴിലാളികൾ അടങ്ങുന്ന സ്ത്രീ നിലപാടുകളുടെ തലപ്പൊക്കവുമെല്ലാം വി എസിനെ പാർട്ടിയിലെയും സർക്കാരിലെയും ജനങ്ങളുടെയും ഒക്കെ സ്വീകാര്യനാക്കി മാറ്റി. അങ്ങനെയാണ് വി എസ് എന്ന നേതാവ് കേരള സമൂഹത്തിൽ ജീവിച്ചിരിക്കുകയും ചെയ്തത്. ആ വി എസുമായുള്ള ആ വി എസിൻ്റെ അവസാന ചേതനയേറ്റ ശരീരം ഇതുവഴി കടന്നു പോകുമ്പോൾ അവസാനമായി ആ വി എസിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഈ ജനസഞ്ചയം ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. എന്തായാലും അണഞ്ഞു പോവാത്ത വിപ്ലവത്തിൻ്റെ തീയോർമ്മകൾക്കൊപ്പമാണ് മണ്ണിനും മനുഷ്യനും പരിസ്ഥിതിക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ ആ കനലോർമ്മകൾ വീണ്ടും ആൾക്കാർ ഓർത്തെടുത്ത് അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് ഒരു അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത്. പലരും അക്ഷമരായി നിൽക്കുന്നവരുണ്ട്, പക്ഷേ എങ്കിലും തങ്ങളുടെ നേതാവിനെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല. അവസാനത്തെ യാത്രയാണ് അദ്ദേഹത്തിൻ്റെ ഈ ചവറ വഴി. നിരവധി തവണ ചവറയിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. നിരവധി തൊഴിലാളി പ്രക്ഷോഭങ്ങൾക്ക് അദ്ദേഹം ഉദ്ഘാടകനായി എത്തിയ സ്ഥലം, കരിമണലിന് വേണ്ടി കരിമണലിൻ്റെ മണ്ണിൽ ഉദ്ഘാടനത്തിനായി എത്തിയ സ്ഥലം, അങ്ങനെ നിരവധി സമര പോരാട്ടങ്ങൾ നടന്ന ചവറയുടെ മണ്ണ്, കരിമണലിൻ്റെ മണ്ണിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തിച്ചേരും. അതിനായി അദ്ദേഹത്തെ അവസാനമായി കാണാൻ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ദേശീയപാതയിലാണ്. ഈ ദേശീയപാത തിങ്ങി നിറഞ്ഞ് ജനങ്ങൾ നിൽക്കുകയാണ്. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പോലും വലിയ ഗതാഗത തടസ്സം, അതുപോലെ തന്നെ പ്രതികൂല കാലാവസ്ഥ, ഇതൊക്കെ തന്നെ ഈ ഒരു സാഹചര്യത്തെ വലിയ പ്രതികൂല സാഹചര്യത്തെ പോലും അതിജീവിച്ച് അത്രത്തോളം ആളുകൾ ഇവിടെ തങ്ങളെ പ്രിയപ്പെട്ട വി എസിനെ, തങ്ങളെപ്പെട്ട ചെന്താരകത്തിനെ കാണാൻ വേണ്ടി, വിപ്ലവ സൂര്യനെ കാണാൻ വേണ്ടി RSPയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അത്രത്തോളം ഇടതുപക്ഷ പാർട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യയിൽ തന്നെ ജീവിച്ചിരുന്ന ഇടതുപക്ഷ പാർട്ടിയിലെ ഏറ്റവും സമുന്നതന നേതാവിന് അവസാനമായ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ കാത്തു നിൽക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കുട്ടികളുണ്ട്, അതുപോലെ മുതിർന്നവരുണ്ട്. അങ്ങനെ മഴയെപ്പോലും അതിജീവിച്ചുകൊണ്ട് ആളുകൾ മുഷ്ടി ചുരുക്കി മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ സമയം ഏതാണ്ട് 5 മണിയോടടുക്കുന്നു. ഇപ്പോഴും കൊല്ലം നഗരത്തിൽ നിന്നും ഈ വാഹനം ഇപ്പോൾ ഈ ചവറ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാവനാട് എന്ന പോയിന്റ് പിന്നിട്ട് ചവറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇനി അടുത്തത് ചവറ മേഖല പിന്നിട്ട് കഴിഞ്ഞാൽ അടുത്തത് കരുനാഗപ്പള്ളിയാണ്. കരുനാഗപ്പള്ളിയിലേക്കും ആ വലിയ ജനസഞ്ചയം കാത്തു നിൽക്കുകയാണ് വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി. എന്തായാലും വി എസിൻ്റെ ഒരു ചിത്രം വരച്ചൊരു കുട്ടി ഇവിടെ നിൽപ്പുണ്ട്. ഇത് ഇന്ന് വരച്ചതാണോ? അതെ, ഇന്ന് ഇവിടെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വരച്ച ചിത്രമാണിത്. ഇത് രാത്രി 11 മണിക്കാണ് ഞാൻ വരച്ചത്. അമ്മയാണ് എന്നോട് പറഞ്ഞത്, എന്തായാലും വി എസിൻ്റെ അവസാന യാത്രയാണ്, ഇന്നൊരു ചിത്രം കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ രാത്രി 11 മണിക്ക് അമ്മ പറഞ്ഞിട്ട് വരച്ച ചിത്രമാണ് ഞാനിത്. കൊടുക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഉറക്കമൊഴിച്ചിരുന്ന് നിന്നതും കാത്തു നിന്നതും. വി എസിനെ എങ്ങനെയാണ് ഇഷ്ടം? ഏത് തരത്തിലാണ് ഇഷ്ടം? വി എസിനോടുള്ള ഇഷ്ടം നിലപാടുകളുടെ നായകനാണ് വി എസ്. വി എസിന്റെ നിലപാടുകൾ ആരുടെ മുമ്പിലും അടിയുറച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വി എസിനോട് ഇഷ്ടം തോന്നിയത്. ഇതൊരു കരിമണലിന്റെ ഭൂമിയാണ്. ഈ ഭൂമിയുമായിട്ട് ഒരുപാട് അഭേദ്യ
വളരെയധികം ബന്ധമുള്ള ഒരുപാട് സമരങ്ങൾക്കൊക്കെ അദ്ദേഹം ഇവിടെ പങ്കെടുത്തൊരു നാടാണ് ഈ നാട്. ഈ നാട് അത്രത്തോളം ആൾക്കാർ കാത്തു നിൽക്കുകയാണ്. എപ്പോഴാണ് ഇവിടേക്ക് വന്നത്? ഈ VS അവസാനമായി കൊടുക്കാനുള്ള ചിത്രം എത്ര മണിക്കാണ് ഇവിടെ എത്തിയത്? ഞങ്ങൾ ഏകദേശം 2 മണി മുതൽ ശങ്കരമംഗലം ഭാഗത്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ ചവറയിലേക്ക് വന്നത്. അങ്ങനെ ഏകദേശം 2.5 മണിക്കൂറോളമായി ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. മുമ്പ് ഞങ്ങൾ ശങ്കരമംഗലത്തായിരുന്നു നിന്നത്. സ്വാതി, ഇത്തരത്തിലാണ് ആളുകൾ വന്നു നിൽക്കുന്നത്. VS അവസാനമായി കൊടുക്കാനുള്ള ചിത്രം, ആ ചിത്രവുമായിട്ടാണ് ആ പെൺകുട്ടി ഇവിടെ കാത്തു നിൽക്കുന്നത്. എന്തായാലും ഈ മേഖലയിലേക്ക് ഇപ്പോൾ VS വഹിച്ചുള്ള വാഹനം അല്പസമയത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഇവിടെ അനൗൺസ്മെന്റ് ചെയ്യുന്നത്. സ്വാതി.